സംഘർഷമങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നത് ലോകരാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ഈ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അടുക്കളയിലേക്കും അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ പ്രതിസന്ധി? യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ്. സ്വാഭാവികമായിട്ടും യുദ്ധം എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് അത് അടുക്കള വരെ എത്തും. അത് എന്നെത്തും എന്ന് മാത്രമേ ഞങ്ങൾ സംശയിച്ചിരുന്നുള്ളൂ. അത് ഓൾറെഡി ഇതാ എത്തിക്കഴിഞ്ഞു. പാചകവാതക സിലിണ്ടറിൻ്റെ നിയന്ത്രണം പോലും എല്ലാവരിലേക്കും ഈ പ്രതിസന്ധി എത്തുന്നു എന്ന് തെളിയിക്കുന്നതാണ്. 4 ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന ഗ്യാസ് ഇപ്പോൾ ഒരാഴ്ചയായിട്ടും എത്തുന്നില്ല. അത് കിട്ടാതിരിക്കുന്നതിന്റെ സ്കേഴ്സിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വീട്ടിലുള്ള അമ്മമാരെ തന്നെയാണ് കൂടുതൽ അവർ ബാധിക്കുക. ജനങ്ങളും ഇതിന് ആശങ്കയിലാണ്. 25 ദിവസം മിനിമം എടുക്കും ഒരു സിലിണ്ടർ മാറ്റി ഫില്ല് ചെയ്യണമെങ്കിൽ. ഒരു കുറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കുറ്റിക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 25 ദിവസത്തെ ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഹോട്ടലുകൾക്ക് നിരോധിച്ചിരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ പട്ടണങ്ങളിലൊക്കെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട്. നിയന്ത്രണം കടുത്തതോടുകൂടി ഹോട്ടലുകളുടെ പ്രവർത്തനവും നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാണ്. പല ഹോട്ടലുകളും തടസ്സപ്പെടും എന്ന് കാണിച്ചുകൊണ്ടുള്ള ബോർഡ് വരെ സ്ഥാപിച്ചിരിക്കുകയാണ്. ബോർഡ് വെക്കേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? ഗ്യാസ് ഇല്ലാണ്ടായി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ പോണ്. ദോശയ്ക്ക് ഗ്യാസ് ഇല്ല, ഒന്നിനും ഇല്ലില്ല. ഗ്യാസ് വരവൊക്കെ എങ്ങനെയാ ഇപ്പൊ നിലവിൽ? ഇപ്പൊ ഇല്ലാന്ന് പറയുന്നത്. മംഗലാപുരത്ത് നിന്ന് ലോഡ് വന്നിട്ടില്ല എന്ന് പറയുന്നത്. 3 ഹോട്ടൽ അടയ്ക്കാൻ പോണ്. ഇപ്പൊ ഒരു ഹോട്ടൽ തുറന്നിട്ടില്ല, പിന്നെ 2 ഹോട്ടലും കൂടി ഇവിടെയുള്ള അടയ്ക്കാൻ പോകണം. ആളുകൾക്ക് ഇപ്പൊ ഇനി ജോലി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഗ്യാസ് ഇല്ലാണ്ട് അവരും ബുദ്ധിമുട്ടില്ല. വരുമാന മാർഗം നിലയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടെ വല്ലാതെ ബാധിക്കും. എല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഓരോ മനുഷ്യരെയും ഈ പശ്ചിമേഷ്യയിലെ ആക്രമണവും സംഘർഷാവസ്ഥയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കൂടുതൽ ആളുകളുടെ ജനജീവിതം ദുഷ്കരാക്കാനേ യുദ്ധം ഉപകരിക്കുള്ളൂ. കാരണം ഇപ്പോൾ സാധനങ്ങളുടെ വില വർധനവായാലും അതിൻ്റെ അനുബന്ധമാണ് ഗ്യാസൊക്കെ വരുന്നത്. വിലക്കയറ്റം നന്നായി ബാധിക്കുന്നുണ്ട്. അത് ജീവിതത്തിന് നിശ്ചലമാക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. യുദ്ധമൊന്നിനും പരിഹാരമല്ല. എന്തായാലും ഇപ്പോൾ അടുക്കളയിലെത്തിയ പ്രതിസന്ധി നാളെ ദൈനംദിന ജീവിതത്തെ എത്ര കണ്ട് ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.